പിന്നെന്ത് വിലയിരുത്തൽ? മൂന്നാം ടേമിലേക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാം ടേമിലേക്കുള്ള കാൽവെപ്പാണിത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ രണ്ടാം ടേമിലേക്കുള്ള യാത്ര അങ്ങനെയാണ് പുറപ്പെട്ടത്. ഇവിടെ ഒന്നാം ടേം അവസാനിക്കുന്നതാണല്ലോ എത്രയോ കൊല്ലക്കാലത്ത് നമ്മുടെ അനുഭവം. ചരിത്രം തിരുത്തി കുറിച്ചു കഴിഞ്ഞ പ്രാവശ്യം. അതിനു മുമ്പ് നടന്ന ഇലക്ഷനിൽ ഇവിടെ ഇപ്പോൾ ഉള്ള ഇത്രയും സ്വാധീനം നേടാൻ നമുക്ക് അന്ന് സാധിച്ചിട്ടുണ്ട്. അതിനേക്കാൾ മെച്ചപ്പെട്ട സ്വാധീനം നേടാൻ സാധിക്കും ഇപ്രാവശ്യം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അതിദാരിദ്ര്യം അവസാനിപ്പിച്ചത് മാത്രമല്ല, ദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള ഫലപ്രദമായ ഇടപെടലായിരുന്നു കഴിഞ്ഞ 29ന്റെ മന്ത്രിസഭാ യോഗം. അതൊന്നും വിശദീകരിക്കാൻ ഞാനിപ്പോൾ പുറപ്പെടുക. എല്ലാവർക്കും നിങ്ങളുടെ മുമ്പിൽ നല്ല അനുഭവമുള്ളതാണ്. 1600 രൂപ 2000 രൂപയാക്കി മാറ്റിയതും 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചത് ഉൾപ്പെടെയുള്ള നിരവധിയല്ല, ഒരു 1.5 കോടിയോളം വരുന്ന ആൾക്കല്ലേ നേരിട്ട് ആനുകൂല്യം കിട്ടുന്നത്. അത് ഞാൻ ഈ പറഞ്ഞതാണ്. അവരുടെ ആനുകൂല്യം മാത്രമല്ല, അത് ദാരിദ്ര്യം കുറേയും കൂടി ലഘൂകരിക്കാനുള്ള പ്രക്രിയയാണ്. ആ പ്രക്രിയയിലൂടെയാണ് ഞാൻ പറഞ്ഞ 10-15 കൊല്ലം കഴിയുമ്പോഴേക്ക് ലോകത്തിലെ വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു നിലവാരം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന തന്നെയാണ് നല്ല ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ നമുക്ക് സാധിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ഗവൺമെന്റ് വേറൊരു ഗവൺമെന്റ് വന്നാൽ അത് പൊളിക്കുക എന്നുള്ളതാണ് ഇതേവരെയുള്ള അനുഭവം. അതുകൊണ്ടാണ് ഈ തുടർച്ച വന്നപ്പോഴാണ് ഈ വികസന കുതിപ്പിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞത്. ഇലക്ഷന്റെ പടിവാതിൽക്കൽ വെച്ചുള്ള ഈ പെൻഷൻ കൂട്ടൽ പ്രതിപക്ഷ നേതാവ് ആക്ഷൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇലക്ഷന്റെ തലേ ദിവസം പ്രതിപക്ഷ നേതാവല്ല KC വേണുഗോപാൽ പറഞ്ഞത് കൈക്കൂലിയാണ്. ഇതിനെ പിന്നെ അതിനപ്പുറം പറഞ്ഞൊന്നും പറയാണ്ടില്ലല്ലോ. ഇനി അതിനെ ഞങ്ങൾ എന്തിനാ അവരോട് വരുമ്പോൾ ഇതൊരു കൈക്കൂലിയാണ്, പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വമാണ് കേരളത്തിലുള്ളത്. അഖിലേന്ത്യാ നേതൃത്വം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് വർദ്ധിപ്പിച്ചത് മാത്രമല്ല, പെൻഷനെ വേണ്ട എന്ന് വെക്കണമെന്നാണ് പല കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം. അത് ചർച്ച ചെയ്യട്ടെ കേരളം. 62 ലക്ഷം വരുന്ന മനുഷ്യർക്ക് 1600 രൂപ പ്രകാരമുള്ള പെൻഷൻ 2000 രൂപയാക്കി മാറ്റിയത് അനാവശ്യമായ ഒരു ചെലവാണ്, അത് ചെയ്യാൻ പാടില്ല, അതിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന് പറയുന്ന കോൺഗ്രസ്സാണ് കേരളത്തിലുള്ളത്. അതാണ് UDF. പറയട്ടെ UDF പരസ്യമായിട്ട് KC വേണുഗോപാലിന്റെ നിലപാട് തന്നെയാണ് ഞങ്ങൾക്കെല്ലാം എന്ന് പറയട്ടെ അവർ. അത് ഓരോന്നും വൈകിപ്പോയാൽ ഞാൻ പറഞ്ഞു 2 ലക്ഷം കോടി രൂപയല്ലേ കേന്ദ്ര ഗവൺമെന്റ് തരണ്ട്, തന്നില്ലല്ലോ. തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് മുമ്പേ വൈകാതെ തന്നെ കൊടുക്കില്ലേ. അതല്ലേ ഞാൻ പറഞ്ഞു 2500 3000 കൊടുക്കുമായിരുന്നല്ലോ. ഞങ്ങൾക്ക് 2000 അല്ല 3000 കൊടുക്കും. കേരളത്തിൽ കിട്ടേണ്ടുന്ന കൃത്യമായ പൈസ മുഴുവൻ കേന്ദ്രം നമുക്ക് തന്നാൽ, ആളോഹരി കിട്ടേണ്ടുന്ന വരുമാനം കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് 2000 അല്ല 2500 ആക്കും. 2500 നമ്മൾ പ്രകടനപത്രത്തിൽ പറഞ്ഞത്. അതിന് കുറച്ചും കൂടി മാസം ഉണ്ടല്ലോ. അത് മാത്രമല്ല, അതിന് മുമ്പ് പിണറായി വിജയന്റെ ആദ്യത്തെ ഗവൺമെന്റ് എത്രയും കൊടുക്കുന്ന പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒത്തിരിയൊന്നും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1600 രൂപ വീട്ടിൽ തന്ന 1500 ഉള്ളൂ. 1600 രൂപ എന്ന് എത്രയാക്കുന്ന പറഞ്ഞ് എത്ര 1000 ആക്കുന്ന പറഞ്ഞ്. എന്നിട്ട് എത്രയാക്കി? 1600 ആക്കി. വൈകിപ്പോയോ? വൈകില്ലല്ലോ. 1000 പറഞ്ഞിട്ട് 1600 രൂപ ആക്കിയല്ലോ, വൈകിട്ടില്ലല്ലോ. ഇപ്പോഴും ഞങ്ങൾ 2500 രൂപ പറഞ്ഞത്. ആ 2500 രൂപ ആക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധം കൊണ്ടാണ്. ആ ഉപരോധം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2500 അല്ല എത്രയാക്കും? 3000 ആക്കും. ഇപ്പോഴും ഞാൻ ആ ഉറപ്പായ ഗ്യാരണ്ടി നിൽക്കുകയാണ്. ഈ പണം കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു 87% അധിക വരുമാനം നേടിയിട്ടാണ് ഈ ട്രഷറിയിൽ നിന്നും കൂട്ടാണ്ട് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ കേരളം. ഇല്ലെങ്കിൽ പണ്ടേ കൂട്ടിപ്പോയിട്ടുണ്ടാവും. ചാക്രിയായ മണി മാനേജ്മെന്റ് സംവിധാനമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ തെറ്റായ നിലപാടിനെതിരായിട്ടുള്ള സമരത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും അണിനിരത്തേണ്ടുന്ന ഉത്തരവാദിത്വമാണ് കേരളത്തിലെ ഓരോരുത്തർക്കും വരുന്നത്. അതുകൊണ്ട് പെൻഷന്റെ ഈ കാര്യം, പെൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കൈക്കൂലിയാണെന്നും അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ നേതൃത്വപരമായ പങ്ക് കേരളത്തിലെ ജനങ്ങൾ എത്രത്തോളമാണ് അംഗീകരിക്കാൻ പോകുന്നത് എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ കൃത്യമായിട്ട് അത് ഉരക്കല്ല് പോലെ പരിശോധിച്ച് വ്യക്തമാക്കും. പക്ഷേ ഈ പെൻഷനും അതുപോലെ തന്നെ ഈ നിർമ്മാണത്തിനൊക്കെ മാത്രമാണ് ചർച്ചയാക്കാൻ പോകുന്നത്. ശബരിമല സ്വർണ്ണക്കുള്ള പോലുള്ള വിഷയങ്ങളും ചർച്ചയാകില്ലേ? എല്ലാം ചർച്ചയാവും. സംശയം എന്താ ഉള്ളത്?
ദേവസ്വം ബോർഡിന്റെ കേരളം ചർച്ച ചെയ്യാതെ ഒരു കാര്യമില്ല. സകലതും സർവമാനമായ എല്ലാ കാര്യവും കേരളം ചർച്ച ചെയ്യും. അതിലെന്ത് ഞങ്ങൾക്ക് കുഴപ്പം? ഈ പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാർ നോമിനേറ്റ് ചെയ്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു വാസു ഇപ്പോൾ ജയിലിൽ പോകാൻ പോകും. PSC സെലക്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരോ? PSC പിന്നെ ആരാ? ദേവസ്വം ബോർഡ് PSC ആയിരുന്നില്ല. എത്ര കാലമായി PSC ആയിട്ട്? പഴക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ അവരെ പ്രശ്നമില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ അന്ന് തന്നെ പറഞ്ഞു, ഞങ്ങൾക്കിതിലൊന്നും മറച്ചു വെക്കാനില്ല. ഇവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ഉന്നതാധികാര കമ്മിറ്റി അല്ലെങ്കിൽ ഉന്നതാധികാര ടീം, അല്ലേ, സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ടീം അങ്ങനെയാണല്ലോ SIT വന്നത്. ആ SIT പരിശോധിച്ച് ആരൊക്കെയാണോ കുറ്റക്കാർ, ആ കുറ്റക്കാരെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ആരെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഗവൺമെന്റോ പാർട്ടിയോ എടുക്കുന്നതല്ല എന്ന് ആദ്യത്തെ ആ സംഭവം വന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞാണ് ഈ തിരുവനന്തപുരത്ത് വെച്ചിട്ട്. അത് ആവർത്തിക്കുക തന്നെയാണ്. അതിലൊന്നും ഒരു കുറ്റപൂജ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആരും എന്നുള്ള പ്രശ്നമില്ല. ആരായാലും ഞങ്ങൾക്ക് എന്ത് ബാധിക്കും? ഞങ്ങളെന്ത് ബാധിക്കും? നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് നോമിനേറ്റ് ചെയ്തുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ആയിക്കോട്ടെ, ആരായാലും പ്രശ്നമില്ല പറഞ്ഞില്ലേ. നിങ്ങളെന്തിനാ ഞങ്ങൾക്ക് ആരും താങ്കളുടെ കാര്യം നമുക്കെന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാണ്, അത് അന്നും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുണ്ടായതാ ആ പത്രസമ്മേളനത്തിൽ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരാളെയും സംരക്ഷിക്കാനുള്ള ഒരു തരി സ്വർണം അയ്യപ്പൻ്റെത് ഒരാളും കക്കാനോ മാറ്റാനോ പാടില്ല. അത് കൃത്യമായിട്ട് ലഭിക്കത്തക്ക രീതിയിൽ ആവശ്യമായ അന്വേഷണം നടത്തി ആരാണ് എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. ആരായാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിലകൊള്ളുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും അത് തന്നെയാണ്. അത് ഞാൻ ഉറപ്പിച്ച് അന്നേ പറഞ്ഞാണ്. അതിന് പിന്നെ വേറെ വിശദീകരണത്തിലേക്ക് കൊണ്ട് യാതൊരു കാര്യമില്ല. ആരായാലും പ്രശ്നമില്ല, ആരെയും സംരക്ഷിക്കില്ല. ഒരാൾക്ക് വേണ്ടിയിട്ടും ഒരു അര വർത്താനം പറയില്ല. രാജിവെക്കണ്ട, മുഖ്യമന്ത്രി രാജിവെക്കണ ഒരാൾ പറഞ്ഞു കൊല്ലത്രേ. അത് എപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ഒരു ദിവസം മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാർച്ചിലാണ്ടായില്ലേ ഇങ്ങനെ നടത്തിയിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതുവരെ എത്ര മാർച്ചുകൾ നടത്തി? മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര മാർച്ച് നടത്തി? ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാവും ഉടനെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നല്ലേ? ഇത് ആർക്കായിരിക്കും അത് ഗൗരവമുള്ളത്? നിങ്ങൾക്ക് കാര്യങ്ങളുണ്ടാവും ചില ആൾക്ക്. ഞങ്ങൾക്ക് ആരും ഒരു ഗൗരവമില്ല, ജനങ്ങൾക്കും ഇല്ല. ഒരു സുവർണാവസരമല്ല ഇത്. BJPയുടെ ചരിത്രത്തിൽ ഏറ്റവും പിന്നോട്ട് പോകുന്ന ഒരു കാലമായിരിക്കും. ഇപ്പോൾ UDF നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത് ജനങ്ങളല്ല. ആരാ? ഞാൻ പറയുന്നില്ല ആരാന്ന്. ഇന്നത്തെ പത്രത്തിലുണ്ട്. KC വേണുഗോപാലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത് ഇന്നയാളാണ്. ആരാ? EMS ആര് സംരക്ഷിക്കുന്നതാണ്? UDFന്റെ കൺവീനർ പറഞ്ഞത്, KC വേണുഗോപാലൻ പറഞ്ഞത്. ഇന്നത്തെ നിങ്ങൾ തന്നെ പത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. രാജീവ് ചന്ദ്രശേഖരന് അത് മൂടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളെ കൊണ്ടുവരാനാ ഉദ്ദേശം. അത് മനസ്സിലായി. ഹൈക്കോടതിയുടെ കീഴിലുള്ള SITയെ തള്ളി പറയുന്നതിന്റെ കാരണം അവർക്ക് സംരക്ഷിക്കേണ്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കൊണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ്. അതാ കാര്യം. ഇവരിലെല്ലാം എല്ലാവരുമായിട്ടും ബന്ധമുള്ളവരില്ല ഈ കള്ളന്മാരായിട്ടുള്ള പുറത്തു വന്ന ഓരോരുത്തരും. ഉദ്യോഗസ്ഥന്മാരെല്ലാം ആരെ പറ്റി ഞങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടല്ലോ. ഓരോരാളും ഈ സംഘടനയായിരുന്നു, ഈ സംഘടനാ നേതാവായിരുന്നു. അത് നിങ്ങളാരും പറയുന്നില്ല മാത്രമല്ലോ. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ പറയാതിരിക്കുന്നത്. ഇത് നിങ്ങൾ പറയല്ലോ. അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവരെ പറ്റി നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ. ആരാന്നൊന്നും അവരെ സ്റ്റേറ്റ്മെന്റ് വല്ല പറയാനല്ലേ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ. ഞങ്ങൾക്കതിൽ യാതൊരു കുഴപ്പമില്ല. ആരാണെങ്കിലും പകൽ വിളിച്ച പോലെ എല്ലാവർക്കും അറിയാം. സർക്കാരിന്റെ സന്ദേശം വെച്ചിട്ട് വെറുതെ ആവശ്യമില്ല ചെയ്യണ്ട. പോരെ, ഇത്രയും പോരെ. തദ്ദേശ സ്വയംഭരണത്തെ പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യമുണ്ട്. നിങ്ങൾക്ക് എന്താ ഒന്നും പ്രതികരിക്കാൻ പറ്റാതെ? അതന്നെ ഇനിയും പറയാം. അല്ല, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഈ കേരളത്തിലെ പ്രസിഡന്റ്, അതിന്റെ പ്രസിഡന്റായിട്ട് വന്ന ആളെ പറ്റി കർണാടകത്തിലെ ഏറ്റവും വലിയൊരു കേസും പമ്പ് ചെയ്ത അഴിമതിയും
അവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നമില്ലേ, പശ്ചാത്തലത്തിലല്ലേ ഉള്ളത്? ഇതുപോലെ ഏതെങ്കിലും പാർട്ടി നേതാവിനെതിരായിട്ട് വന്നിട്ടുണ്ട് ഇതുവരെ കേരളത്തിലെ ചരിത്രത്തിൽ? കേരളത്തിലെ പാർട്ടി നേതൃത്വം എന്ന് പറയുന്നത് കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും എല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ വന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ്. എന്നാൽ കോർപ്പറേറ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് വന്ന ഒറ്റ നേതാവേ ഉള്ളൂ കേരളത്തിൽ, അത് രാജീവ് ചന്ദ്രശേഖരനാണ്. അദ്ദേഹത്തെ പറ്റിയാണ് ഇപ്പോൾ 500 കോടി രൂപയുടെ അഴിമതി ആരോപണം കോടതി കിടക്കുന്നത്. മാത്രമല്ല അയാളെ സഹായിച്ചു എന്ന് പറയുന്ന മന്ത്രിയായ അന്നത്തെ BJP നേതാവ് ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ അവരുടെ മൂല്യത്തിൽ വമ്പിച്ച രീതിയിൽ ഇടിപാട് സംഭവിച്ചിട്ടുള്ളത്. പണം കൊണ്ട് മാത്രം കേരളത്തിലെ ജനങ്ങളെ വാങ്ങാനാവുമെന്ന് രാജീവ് ചന്ദ്രശേഖരനെ പോലെ വേറെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ത്രികോണ പോരാട്ടം എല്ലായിടത്തും നടക്കുമെന്നാണ് പൊതുവിൽ ഒരു വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയൊക്കെ പോകുന്നു, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫൈറ്റ് ഡയറക്റ്റ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനപ്പെട്ട ഫൈറ്റ് LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം BJP ഇല്ലാതെ ചില സ്ഥലത്ത് അവരും ഉണ്ടാവും, അവരെ തീരെ ഇല്ലാത്ത സ്ഥലവും ഉണ്ടാവും. പക്ഷേ ഈ UDF ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ ഒരു സഹകരണം പിന്തുണ തേടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. CPM അതിനെ വിമർശിക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് മുമ്പ് 30 വർഷത്തോളം ഈ ജമാഅത്ത് ഇസ്ലാമി CPM-നെ LDF-നെയാണ് പിന്തുണച്ചിരുന്നത്. അവരെ പിന്തുണച്ചുള്ള പ്രശ്നം അവരെ ചിലപ്പോൾ പ്രഖ്യാപിക്കാറുണ്ട്, ഞങ്ങൾ ആ മണ്ഡലത്തിൽ ഇന്ന ആൾക്ക് കൊടുക്കും, ഈ മണ്ഡലത്തിൽ ഇന്ന ആൾക്ക് കൊടുക്കുന്നു. അത് അവരെ കാര്യം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് കേരളത്തിലെ വർഗീയ പാർട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. അവരുമായി UDF സഖ്യം ചേർന്നു മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്, അവരുടെ ആശയ രൂപീകരണത്തിൻ്റെ തലപ്പത്തിപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാം എത്തിയിരിക്കുകയാണ്. ഇതാണ് പ്രശ്നം. അത് വളരെ ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്നതാണ്. തൽക്കാലത്തേക്ക് 2 സീറ്റ് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. പക്ഷേ ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്നതാണ്. 2 വർഗീയ ശക്തികളാണ് കേരളത്തിൽ മത്സരിക്കുന്നത് ഞങ്ങളോട്. അതൊന്ന് RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗം ഒരു ഭാഗത്ത്, മറുഭാഗം ഞങ്ങൾക്കെതിരായിട്ട് രണ്ടാമത്തെ ഭാഗത്ത് ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും അങ്ങേയറ്റത്ത് നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമി SDPI ഉൾപ്പെടെ ചേർന്ന് ലീഗും കോൺഗ്രസും 2 വർഗീയ ശക്തികളാണ്. ആ രണ്ടിനെയും എതിർത്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് പോകുന്നത്. മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും. ഞങ്ങളെ കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും ഈ പശ്ചാത്തലത്തിൽ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ധാരണ. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറിനെ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരിക്കും പോയി കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് അവർ ആരോപിക്കുന്നത്. അതങ്ങനെ പലതും ആരോപിക്കുന്നു. ആരോപണത്തിലൂടെ ആയിരിക്കും അവരോട് പറയാൻ പറ്റും. കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരിക്കുന്നു, അങ്ങനെ എന്തു ആരോപിക്കുന്നതിന് നമ്മൾക്കെന്താ? ഞങ്ങളെ എടുത്ത നിലപാടാണ് പ്രശ്നം, നയാ പ്രശ്നം. ഞങ്ങൾ ഒരിക്കലും ജമാഅത്ത് ഇസ്ലാമുമായിട്ട് ഐക്യപ്പെട്ട് മുന്നോട്ടേക്ക് പോകില്ല, ഇനി പോകുന്നില്ല. പക്ഷേ ഈ ഡൽഹിയിൽ തന്നെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി. കേരളവും സൂക്ഷിക്കണം. കേരളത്തിലും ഇത്തരം ഒരുപാട് ആളുകളുണ്ട്. BJP-യുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അതുപോലെ തന്നെ BJP നേതാക്കളൊക്കെ പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും സമാധാനപരമായി ജീവിക്കുന്ന മത സൗഹാർദ്ദത്തോട് ജീവിക്കുന്ന ഒരു നാട് കേരളമാണ്. ഇവിടെയും ഇത്തരം തീവ്രവാദ ശക്തികളുണ്ട് എന്നുള്ളതാണ്. അല്ലേ, അത് ഇന്ത്യയിലാകേണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട്. അതിനൊക്കെ നേരിടാനുള്ള ശേഷി കേരളത്തിലെ ഇടതുപക്ഷം മുന്നണി ഗവൺമെന്റിന് തന്നെയാണ്. നല്ലപോലെ നേരിടും. വർഗീയ ശക്തികളോടൊന്നും ഒരു കുറ്റകുറ്റം ചെയ്യുന്ന പ്രശ്നമില്ല ഇവിടെ. അല്ല, നിങ്ങളെ തീരുമാനിക്കേണ്ട അവസാനിപ്പിക്കാനാണ്. എനിക്കിപ്പം പ്രശ്നമില്ല, ഞാൻ പറയാൻ തന്നെ ഇരിക്കുകയാണ്. ആമുഖം പറഞ്ഞതിലേക്ക് ഒന്നും പറയാണ്ടില്ലല്ലോ, അതല്ലേ ഞാൻ ആമുഖം വിശദീകരിച്ചപ്പോൾ നിങ്ങളിത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതാ വിശദീകരിച്ചത്. ഞാൻ ഒരു രാഷ്ട്രീയം പറയാണ്ടല്ലേ അത്രയും കാര്യം പറഞ്ഞത്. പക്ഷെ ഒരു പൊളിറ്റിക്കൽ ചോദ്യം ചോദിക്കണം. വളരെ തൃശ്ശൂർ ഒരു എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ്. ഈ ക്രിസ്ത്യൻ പോപ്പുലേഷനിടയിൽ കാര്യമായിട്ടൊരു BJP സപ്പോർട്ട് വർദ്ധിക്കുന്നതായിട്ട് പാർട്ടിക്ക് തോന്നിയിട്ടുണ്ടോ കേരളത്തിൽ? അല്ല, ഈ കോൺഗ്രസിന്റെ വോട്ടാണല്ലോ ഈ 86,000 വോട്ട് കുറഞ്ഞത് അവിടെ അന്നും. എന്നിട്ട് 74,000 വോട്ടിന് ജയിക്കല്ലേ. ഞങ്ങൾക്ക് 16,800 വോട്ട് കൂടുതൽ കിട്ടിയല്ലേ ചെയ്തത്. 3ാം സ്ഥാനത്തേക്ക് പോയത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് അല്ലേ. കോൺഗ്രസിന്റെ വോട്ടർമാർ യഥാർത്ഥത്തിൽ BJP-ക്ക് അനുകൂലമായിട്ട് അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്, നല്ലപോലെ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് അവർ ജയിക്കുന്നത്. നേമത്തും അങ്ങനെ തന്നെയായിരുന്നു. രാജഗോപാലൻ ജയിച്ചതും കോൺഗ്രസിന്റെ വോട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ജയിച്ചത്. അപ്പോൾ കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസ് തന്നെ പിടിക്കുകയും, മനസ്സിലായില്ലേ, കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസ് തന്നെ പിടിക്കുകയും. ചോദ്യം
ഒന്നുകൂടി വ്യക്തമാക്കുക, ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ ഒരു പ്രോ BJP സംഭവം വരുന്നത്, അല്ലെങ്കിൽ BJPയോട് ചേർന്ന് നിൽക്കാൻ കൂടുതലായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടോന്ന് ചോദിച്ചു. പാർട്ടിക്ക് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? സമുദായം അതിപ്പോ ഓരോരോ സംഭവങ്ങൾ വരുമ്പോഴാണല്ലോ വിലയിരുത്തുന്നത്. ഓരോ ഇതിപ്പോ സ്ഥായിയായിട്ടുള്ള ഒരു സപ്പോർട്ട് എന്നൊന്നും പറയാൻ സാധിക്കുന്നതല്ലോ ഓരോരാളെ പറ്റി. ഇപ്പോൾ ഛത്തീസ്ഗഡ് പ്രശ്നമൊക്കെ വന്നപ്പോൾ ക്രിസ്ത്യൻ സമൂഹം ശക്തിയായി പ്രതികരിക്കില്ലേ? അതുവരെ പലപ്പോഴും അവർക്ക് അനുകൂലമായിട്ട് നിന്നവർ ഉൾപ്പെടെയുള്ള ബിഷപ്പുമാർ ഉൾപ്പെടെ അത് ശക്തിയായിട്ട് പ്രതികരിക്കില്ലേ? ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടില്ലേ, അവിടെ മതം മാറിയിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് ശവസംസ്കാരം നടത്താൻ സാധിക്കുന്നില്ല ഛത്തീസ്ഗഡിൽ. അവിടെ എത്രയോ ദിവസം വീട്ടിൽ ശവവും വെച്ച് സംസ്കരിക്കാനുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണെന്ന് ഇന്ന് പത്രം വായിച്ചില്ലേ? ഇതാ ഇന്ത്യയുടെ ചിത്രം, ഇതാ മതനിരപേക്ഷതയുടെ ഞങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപകടകരമായ അവസ്ഥ ഇതാണ്. ഒരാൾ മരിച്ചുപോയാൽ അയാൾ ക്രിസ്ത്യാനി ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് നീ എപ്പോഴാണോ നീയും നിന്റെ കുടുംബവും ഹിന്ദുവായിട്ട് മാറുന്നത്, അങ്ങനെ മാറി എന്നുള്ള സത്യവാങ്മൂലം എഴുതി തന്നാൽ മാത്രമേ നിന്റെ ശവം ഇവിടെ സംസ്കരിക്കാൻ പറ്റുള്ളൂ, ഈ ഗ്രാമത്തിൽ സംസ്കരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഏറ്റവും കടുത്ത വർഗീയവാദ നിലപാടല്ലേ സ്വീകരിക്കുന്നത്. അങ്ങനെ ഒരുപടി ആളുകളുടെ വീടുകളിൽ എത്രയോ ദിവസം ശവം വെച്ച് അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തും സംസ്കരിക്കാൻ പറ്റാതെ എപ്പോഴോ ഒക്കെ സംസ്കരിക്കേണ്ടി വന്നു എന്നുള്ള വളരെ വേദനാജനകമായ അവസ്ഥയല്ലേ വന്നു ചേർന്നത്. എന്തൊരു അപമാനകരമായ സംസ്കാരമായിരുന്നു. അതാണ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കാണണം. അത് സംബന്ധിച്ചുള്ള പ്രതികരണം വരുമ്പോൾ ഈ ക്രിസ്തീയ മേഖലയിൽ തന്നെ നല്ല മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കാലത്തും RSSും BJPയും ഒപ്പം ചേർത്ത് മുമ്പോട്ടേ കൊണ്ടുപോകാനുള്ള ഈ തക്കടി വിദ്യ കൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ടില്ല. അവർ മതനിരപേക്ഷത എന്ന് പറയുന്നത് RSSോ BJPയോ അംഗീകരിക്കുന്നതല്ല. ആഭ്യന്തര ശത്രുക്കളായിട്ട് കണ്ട മൂന്നെണ്ണമാണ്. അത് വിചാരധാര മുതലുള്ളതാണ്. അതിലൊന്ന് മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണ്, കമ്മ്യൂണിസ്റ്റാണ്. ഈ ആഭ്യന്തര ശത്രുക്കളെ ഉന്മൂലനം ചെയ്യണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കേരളത്തിലായാലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തായാലും ഈ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ കാണിക്കുന്ന ചില കാര്യം മാത്രമാണ് അവർ മതനിരപേക്ഷതയെ പറ്റി അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തെ പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അവരന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള കടന്നാക്രമണം. ഇവിടെ തദ്ദേശ തന്ത്രം രണ്ടാമത്തെ ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ മാഷയാണ് അതിനായിട്ട് അങ്ങനെ 9 ദിവസത്തിനിടയിൽ